സംസ്ഥാനത്ത് 20-ൽ 20 സീറ്റും യു ഡി എഫിന് ഒരു സീറ്റെങ്കിലും ജയിക്കുമെന്ന് പറയാൻ സി പി എമ്മിനോ ബി ജെ പിക്കോ സാധിക്കുമോ? ഇത് ചോദിച്ചത് ആരാണെന്നറിയാമോ? സാക്ഷാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണിത്. അതിനാൽ തന്നെ ഇത്ര കൃത്യമായി 20 സീറ്റുകളും കിട്ടുമെന്ന് പറഞ്ഞത് തള്ളലാണോ അതോ കൃത്യമായ കണക്കൂട്ടലാണോ? സതീശൻ തന്നെ പറയുന്നുണ്ട്, സംസ്ഥാനത്ത് ഇത്രയും മോശമായ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ലെന്ന്. സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പാണ് വേണ്ടത്. വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. സതീശൻ തന്നെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയും മടങ്ങിപ്പോയി പിന്നീട് തിരിച്ചെത്തിയിട്ട് വോട്ട് ചെയ്യാനാകാത്ത സാഹചര്യമുണ്ടായെന്നും സതീശൻ തന്നെ പറയുന്നു. എന്നിട്ടും കഴിഞ്ഞ തവണത്തേക്കാൾ, അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പുകളിൽ നടന്ന പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടായില്ലല്ലോ സതീശ. 2 വോട്ടുകൾക്കിടയിലുള്ള കാലതാമസം ചില ബൂത്തുകളിൽ മാത്രം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വിലയിരുത്തപ്പെടണമെന്നാണ് സതീശൻ പറയുന്നത്. പോളിംഗ് രാത്രി 10 മണി വരെ നീളാനുള്ള കാരണം എന്താണ്? മനഃപൂർവ്വമായി വോട്ടിംഗ് വൈകിപ്പിച്ചതാണോ എന്ന് അന്വേഷിക്കണം. സംസ്ഥാനത്ത് വ്യാപകമായി വോട്ടിംഗ് മെഷീനുകൾ കേടാകുന്ന സാഹചര്യവുമുണ്ടായി. അത് നന്നാക്കാനെടുത്ത സമയമെങ്കിലും പോളിംഗിൽ നീട്ടിക്കൊടുക്കണമായിരുന്നു. ചില സ്ഥലങ്ങളിൽ ആവശ്യത്തിനുള്ള ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നില്ല. ഇക്കാര്യങ്ങളെല്ലാം അതത് സമയത്ത് അറിയിച്ചിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടലും ഉണ്ടായില്ലെന്നും സതീശൻ പരാതിപ്പെട്ടു. നിരവധി പേർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കാതെ വീടുകളിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കോടികൾ ചെലവഴിച്ച് ജനങ്ങളെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്യാമ്പയിനുകളും പരസ്യങ്ങളും ചെയ്തിട്ടാണോ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരുന്നത്? വർഷങ്ങളായി ചിട്ടയോടെ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടുള്ള പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുണ്ട്. അതാണ് ഇല്ലാതാക്കിയത്. ഇപ്പോഴാണ് ടി എൻ ശേഷൻ്റെ മഹിമ എത്രത്തോളം ഉണ്ടെന്ന്, അദ്ദേഹത്തിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്ന് ജനം ചിന്തിക്കുന്നത്. ആർക്കും ഉത്തരവാദിത്വമില്ലാത്ത രീതിയിലേക്കാണ് പോയത്. അങ്ങനെ ഉണ്ടെങ്കിൽ, സതീശൻ പറയുന്ന രീതിയിലാണ് നടന്നതെങ്കിൽ തീർച്ചയായും ഇതേക്കുറിച്ച് സ്വതന്ത്രമായ ഒരു അന്വേഷണം നടത്തണം. ഡബിൾ വോട്ടിങ്ങും മരിച്ചവരുടെ പേര് ഒഴിവാക്കാത്തതിൻ്റെയും ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിൽ ദയനീയമായി പരാജയപ്പെട്ടുവെന്ന് മനസ്സിലാക്കാം. ഇത്രയും BLOമാർ ഉണ്ടായിട്ടും കുറ്റമറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? മരിച്ചവരുടെയും പേര് നീക്കം ചെയ്യാത്ത BLOമാർക്കെതിരെ നടപടി സ്വീകരിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ അവരും കൂട്ടുനിന്നോ? അതുപോലെ സതീശൻ ചൂണ്ടിക്കാട്ടിയത്, പ്രകാശ് ജാവ്ദേക്കറിനെ ജയരാജൻ കണ്ടതിനല്ല മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞത്, EP ജയരാജനും നന്ദകുമാറും തമ്മിലുള്ള ബന്ധം മാത്രമാണ് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതുമെന്നാണ്. EP ജയരാജനും നന്ദകുമാറും തമ്മിലുള്ള ബന്ധം മാത്രമാണ് മുഖ്യമന്ത്രി തള്ളിപ്പറഞ്ഞതെന്നുമാണ്. പ്രകാശ് ജാവ്ദേക്കറെ കണ്ടാൽ എന്താ കുഴപ്പമെന്നാണ് മുഖ്യമന്ത്രി ന്യായീകരിച്ചത്. ഞാനും എത്രയോ വട്ടം കണ്ടിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. LDF കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജൻ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള BJP പ്രഭാരിയെ കാണേണ്ട ആവശ്യം എന്തായിരുന്നു എന്നാണ് സതീശൻ ചോദിക്കുന്നത്. സതീശൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. ഓരോ പാർട്ടി പ്രവർത്തകൻ്റെ മാത്രമല്ല, പാർട്ടിയെ സ്നേഹിക്കുന്നവരുടെയും സംശയമാണത്. ബിസിനസ് ഡീലാണോ പൊളിറ്റിക്കൽ ഡീലാണോ എന്ന് ജയരാജൻ വ്യക്തമാക്കണം. കൂട്ടുപ്രതിയെ ഒറ്റുകൊടുത്ത് മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നാണ് പൊതുവിലുള്ള ആരോപണം. എന്തിനാണ് പ്രകാശ് ജാവ്ദേക്കറുമായി മുഖ്യമന്ത്രിയും നേതാക്കളും ചർച്ച ചെയ്തതെന്ന് CPM വ്യക്തമാക്കണം. ഡീൽ എന്തായിരുന്നുവെന്ന് ജനങ്ങൾക്കറിയണം. ചർച്ച നടത്തണമെന്നത് CPMൻ്റെ ഔദ്യോഗിക തീരുമാനമാണോ? നന്ദകുമാറിൻ്റെ അമ്മയുടെ പിറന്നാളിന് വീട്ടിൽ പോയി ഷാൾ അണിയിച്ച ജയരാജനാണ് നന്ദകുമാറിനെ അറിയില്ലെന്ന് പറഞ്ഞത്. നന്ദകുമാറുമായി ജയരാജന് ബന്ധമുണ്ടെന്ന് പിണറായിക്കറിയാം. എന്നിട്ടാണ് മുഖ്യമന്ത്രി നന്ദകുമാറുമായിട്ടുള്ള ബന്ധം തള്ളിപ്പറഞ്ഞത്. ഇത് നാടകമാണെന്നുമാണ് സതീശൻ ആരോപിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായ UDF പ്രചാരണം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പ്രധാനമന്ത്രി വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ് നടത്തുന്നതെന്നും കേരള സർക്കാരിനെതിരെ ജനരോഷവും പ്രതിഷേധവും ഉണ്ടെന്നുമാണ് UDF പറഞ്ഞത്. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചു. സർക്കാരിനെതിരായ ജനവികാരം മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. സതീശൻ പറഞ്ഞതൊക്കെ ഒരു രാഷ്ട്രീയ തമാശയായി തള്ളിക്കളയാൻ പറ്റുമോ? സതീശൻ്റെ ഓരോ ചോദ്യങ്ങളുടെയും മറുപടി ജനം കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി ആര് പറയും? മുഖ്യമന്ത്രി പറയുമോ? ഇടതുമുന്നണി കൺവീനർ ജയരാജൻ പറയുമോ? അതോ പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുമോ? ഏതായാലും ഇതിൻ്റെയൊക്കെ പ്രതിഫലനം വോട്ടെണ്ണുമ്പോൾ അറിയാം. അതുവരെ കാത്തിരിക്കാം. സാധാരണഗതിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞാൽ അത് ഇടതുമുന്നണിക്കാണ് ഗുണമാവുക, കൂടിയാൽ UDFനും. ഇതിപ്പോൾ
കൂടിയിട്ടുമില്ല, തീരെ കുറഞ്ഞിട്ടുമില്ല. മാത്രമല്ല പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരവുമാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഫലം പ്രവചനാതീതമാണ്. അപ്പോഴും ഒരു സംശയം, സതീശൻ എന്തുകൊണ്ടാണ് 20-20 അവകാശപ്പെടുന്നത്? ഈ സംശയം ബാക്കി നിൽക്കുന്നു.